കർത്താവ് നിങ്ങളോടുകൂടെയും അങ്ങേ ആത്മാവോടും കൂടെ. യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിച്ചു. പിതാവേ, അവർക്ക് വേണ്ടി മാത്രമല്ല, അവരുടെ വചനം മൂലം എന്നിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി കൂടിയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അവരെല്ലാവരും ഒന്നായിരിക്കുവാൻ വേണ്ടി പിതാവേ, അങ്ങ് എന്നിലും ഞാൻ അങ്ങിലും ആയിരിക്കുന്നത് പോലെ അവരും നമ്മിലായിരിക്കുന്നതിനും അങ്ങനെ അവിടുന്ന് എന്നെ അയച്ചുവെന്ന് ലോകം അറിയുന്നതിനും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നായിരിക്കുന്നതിന് അങ്ങ് എനിക്ക് തന്ന മഹത്വം അവർക്ക് ഞാൻ നൽകിയിരിക്കുന്നു. അവർ പൂർണ്ണമായും ഒന്നാകേണ്ടതിന് ഞാൻ അവരിലും അവിടുന്ന് എന്നിലും ആയിരിക്കുന്നു. അങ്ങനെ അങ്ങ് എന്നെ അയച്ചുവെന്നും അങ്ങനെ സ്നേഹിച്ചതുപോലെ തന്നെ അവരെയും സ്നേഹിച്ചുവെന്നും ലോകം അറിയട്ടെ. പിതാവേ, ലോകസ്ഥാപനത്തിന് മുമ്പ് എന്നോടുള്ള അവിടുത്തെ സ്നേഹത്താൽ അങ്ങെനിക്ക് മഹത്വം നൽകി. അങ്ങെനിക്ക് നൽകിയവരും അത് കാണാൻ ഞാനായിരിക്കുന്നിടത്ത് എന്നോടുകൂടെ അവരുമായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നീതിമാനായ പിതാവേ, ലോകം അങ്ങയെ അറിഞ്ഞിട്ടില്ല, എന്നാൽ ഞാൻ അങ്ങയെ അറിഞ്ഞിരിക്കുന്നു. എന്നെ അവിടുന്നാണ് അയച്ചതെന്ന് ഇവരും അറിഞ്ഞിരിക്കുന്നു. അങ്ങയുടെ നാമം ഇവരെ ഞാൻ അറിയിച്ചു. അവിടുന്ന് എനിക്ക് നൽകിയ സ്നേഹം അവരിൽ ഉണ്ടാകേണ്ടതിനും ഞാൻ അവരിലായിരിക്കേണ്ടതിനുമായി ഞാൻ ഇനിയും അത് അറിയിക്കും. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. മിശിഹായിൽ സ്നേഹിക്കപ്പെട്ടവരെ, ഈ ദിവസങ്ങളിൽ നമ്മൾ വായിക്കുകയും പ്രാർത്ഥിക്കുകയും ധ്യാനിക്കുകയും ഒക്കെ ചെയ്യുന്ന സുവിശേഷ ഭാഗമെന്ന് പറയുന്നത് കർത്താവിൻ്റെ അന്തിമ പ്രാർത്ഥന അല്ലെങ്കിൽ ഈശോയുടെ പൗരോഹിത്യ പ്രാർത്ഥനയുടെ ഭാഗങ്ങളാണ്. ഈ ഭാഗത്ത് ഈശോ എങ്ങനെയാണ് പിതാവുമായിട്ടുള്ള ആ വലിയ ആത്മീയമായ സംവാദം, എങ്ങനെയാണ് ഈശോ പ്രാർത്ഥിക്കുവാനായിട്ട് നമ്മെ ഓരോരുത്തരെയും പ്രത്യേകമായിട്ട് പഠിപ്പിക്കുന്നത് എന്നതാണ് ഈ പ്രാർത്ഥനകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മുടെ ധ്യാന വിഷയമായിട്ട് മാറുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായം 1 മുതൽ 26 വരെയുള്ള വചനഭാഗങ്ങളാണ് ഈ ദിവസങ്ങളിൽ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായം 1-ാം വചനത്തിലേക്ക് വരുമ്പോൾ ഇത്രയും പറഞ്ഞിട്ട് യേശു സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി പ്രാർത്ഥിച്ചു എന്നാണ് നാം കാണുന്നത്. എപ്രകാരമാണ് നമ്മുടെ ജീവിതത്തിൽ നാം പ്രാർത്ഥിക്കേണ്ടത് എന്ന് ഈശോ നമ്മൾക്ക് പഠിപ്പിച്ച് തരികയാണ്. ഈശോ പ്രാർത്ഥിച്ചത് പിതാവിലേക്ക്, സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തിക്കൊണ്ടാണ്. അവൻ പ്രാർത്ഥിക്കുന്ന ഓരോ പ്രാർത്ഥനാ വിഷയവും അവൻ സ്വർഗത്തിലേക്ക് ഹൃദയം ഉയർത്തിക്കൊണ്ട്, മനസ്സുയർത്തിക്കൊണ്ട്, അവൻ്റെ കരങ്ങൾ ഉയർത്തിക്കൊണ്ട്, കണ്ണുകൾ ഉയർത്തിക്കൊണ്ട്, അവനായിരിക്കുന്ന എല്ലാ അവസ്ഥകളും സ്വർഗത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് ഈശോ പ്രാർത്ഥിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഒരുപക്ഷെ നമ്മൾ ഈ ലോകത്തിൽ കണ്ണുകൾ ഉടക്കിപ്പോകുന്ന ഒരു പ്രാർത്ഥന ശൈലിയാണ് നമ്മുടെ പ്രാർത്ഥനയുടെ ഭാഗമായി തീരുന്നത് എങ്കിൽ അത് മനസ്സിലാക്കുകയും അതിൽ മാറ്റങ്ങൾ വരുത്തുകയും ചെയ്യേണ്ടിയിരിക്കുന്നു. ഒരുപക്ഷെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും അതുപോലെ തന്നെ നമ്മളാൽ സാധ്യമല്ലാത്ത, അതിജീവിക്കുവാൻ സാധ്യമല്ലാത്ത കുറേ അവസ്ഥകളുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ഇങ്ങനെയുള്ള ലൗകികതയിൽ, ഭൗതികമായ ചില നേട്ടങ്ങളിലൊക്കെ നമ്മുടെ കണ്ണുടക്കിക്കിടന്നുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അത് യഥാർത്ഥമായ ഒരു പ്രാർത്ഥനയല്ല എന്നാണ് ഈശോ നമ്മെ പഠിപ്പിക്കുന്നത്. അതിനൊക്കെ അപ്പുറം നമ്മളും കണ്ണുകൾ ഉയർത്തി സ്വർഗത്തിലേക്ക് കരങ്ങൾ ഉയർത്തി ഹൃദയം സ്വർഗത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴാണ് തീർച്ചയായിട്ടും നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നത്. സ്വർഗത്തിൻ്റെ കവാടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ തുറക്കപ്പെടുക എന്നത്. ഇന്നത്തെ സുവിശേഷത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ 3
തരത്തിലുള്ള പ്രാർത്ഥനകളാണ്. യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായം 1 മുതൽ 26 വരെയുള്ള വചനങ്ങളിൽ നമ്മൾ കാണുന്നത് ഈ 3 ലെവലുകളിലുള്ള പ്രാർത്ഥനയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതിൻ്റെ 2 ഭാഗങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. ആദ്യമായിട്ട് ഈശോയുടെ പ്രാർത്ഥന എന്ന് പറയുന്നത് തനിക്ക് വേണ്ടി തന്നെ പിതാവുമായിട്ടുള്ള തൻ്റെ ഐക്യത്തിൻ്റെ മഹത്വം, ആ മഹത്വത്തിൽ ഒന്നായി തീർന്നുകൊണ്ട് ഈശോ പ്രാർത്ഥിക്കുന്നതാണ്. പിതാവുമായുള്ള ഐക്യത്തിനു വേണ്ടിയാണ് തീർച്ചയായിട്ടും നമ്മുടെ പ്രാർത്ഥനകളിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കേണ്ടത്. നാം പ്രാർത്ഥിക്കേണ്ടത് ദൈവവുമായിട്ട് നമ്മൾ ഐക്യപ്പെടേണ്ടതിനാണ്, ദൈവവുമായിട്ട് നമ്മൾ ഒന്നാകേണ്ടതിനാണ്. സ്വർഗത്തിലേക്ക് കരങ്ങൾ ഉയർത്തി നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് തീർച്ചയായിട്ടും നമുക്ക് വേണ്ടിയാണ്. നമുക്ക് വേണ്ടി ദൈവവുമായുള്ള വലിയ ഐക്യത്തിലേക്ക്, സ്നേഹത്തിലേക്ക്, ഒരുമയിലേക്കൊക്കെ എത്തിച്ചേരുന്നതിന് വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. രണ്ടാമതായിട്ട് യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ ഈശോ ശിഷ്യന്മാർക്ക് വേണ്ടി, പിതാവ് അവനെ ഫലമേൽപ്പിച്ചവർക്ക് വേണ്ടി ആരെയും നഷ്ടപ്പെടാതെ അവൻ പ്രാർത്ഥിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പ്രിയമുള്ളവരെ, നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ഒരുപാട് വ്യക്തികളെ ഈശോ നമുക്ക് ഫലമേൽപ്പിച്ചിട്ടുണ്ട്. ആരെയും നഷ്ടപ്പെടാതെ എല്ലാവർക്കും വേണ്ടി സ്വർഗത്തിലേക്ക് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുക എന്നതാണ് നമ്മുടെ ദൗത്യം. നമ്മുടെ കുടുംബമാണ് ദൈവം നമ്മെ ഫലമേൽപ്പിച്ചിരിക്കുന്നതിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്നത്. നമ്മുടെ പ്രാർത്ഥനകളിൽ നമ്മുടെ കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെടുമ്പോൾ അവിടെ നമ്മുടെ മാതാപിതാക്കളുണ്ടോ, നമ്മുടെ ജീവിത പങ്കാളികളുണ്ടോ, നമ്മുടെ കുഞ്ഞുങ്ങളുണ്ടോ, നമ്മുടെ സഹോദരങ്ങളുണ്ടോ, നമ്മളുമായിട്ട് ഏതെങ്കിലുമൊക്കെ വിധത്തിൽ ഏതെങ്കിലുമൊക്കെ കാര്യമൊക്കെ ചെയ്യുവാനായിട്ട് നാമുമായിട്ട് ഒന്നാകുന്ന പല വ്യക്തികളുണ്ട്. ആ വ്യക്തികൾ നമ്മുടെ പ്രാർത്ഥനകൾ സ്വർഗത്തിലേക്ക് കരങ്ങൾ ഉയർത്തി നാം പ്രാർത്ഥിക്കുമ്പോൾ അവർക്കൊക്കെ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടോ? നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ഇങ്ങനെ ദൈവം നമുക്ക് ഫലമേൽപ്പിച്ചിരിക്കുന്നവർക്ക് വേണ്ടിയാണ്. വീണ്ടും ഈശോ പ്രാർത്ഥിക്കുന്നത് തീർച്ചയായിട്ടും ദൈവത്തിൽ വചനത്തിലൂടെ കർത്താവിലേക്ക് കടന്നു വരുന്ന വിശ്വാസി സമൂഹത്തിനു വേണ്ടിയാണ്. ഈശോ പ്രാർത്ഥിക്കുകയാണ്, പിതാവേ, നമ്മൾ ഒന്നായിരിക്കുന്നത് പോലെ ആ ഏക സത്യ വിശ്വാസത്തിലേക്ക്, ദൈവവുമായി ഒന്നാകുന്ന അനുഭവത്തിലേക്ക്, വലിയ ഒരു ഐക്യത്തിലേക്ക് സഭ കടന്നു വരണമെന്ന് ഈശോ ആഗ്രഹിക്കുന്നു, ഈശോ പ്രാർത്ഥിക്കുന്നു. ഈ വലിയ കൂട്ടായ്മയുടെ ഭാഗമായിട്ട് നാം നിലനിൽക്കുമ്പോൾ പ്രിയമുള്ളവരെ, നമ്മളും പ്രാർത്ഥിക്കേണ്ടത് ഈശോയെ പോലെ സഭയുടെ ആ വലിയ കൂട്ടായ്മയ്ക്ക് വേണ്ടിയാണ്. എല്ലാ വിഭാഗീയതകളും തിന്മകളും സഭയിൽ നിന്ന് മാറി നിൽക്കട്ടെ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. സ്നേഹത്തിൽ, ഐക്യത്തിൽ, കൂട്ടായ്മയിൽ ഈശോ പിതാവുമായി ഒന്നായിരിക്കുന്നത് പോലെ സഭ ഇന്ന് ഏറ്റവും വലിയ വിശ്വാസരാഹിത്യത്തിൻ്റെ മേഖലകളിലേക്ക് കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ കരങ്ങൾ ഉയർത്തി നമ്മുടെ ക്രിസ്തീയ സഭയ്ക്ക് വേണ്ടി, നമുക്ക് ആ വലിയ കൂട്ടായ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. വീണ്ടും ഈശോ ആഗ്രഹിക്കുകയാണ് പിതാവ് പുത്രന് നൽകിയ ആ മഹത്വം ഈ വിശ്വാസി സമൂഹം, കർത്താവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ടവരായ നമ്മൾ ഓരോരുത്തരും അറിയണം, അനുഭവിക്കണം. ആ മഹത്വത്തിനു വേണ്ടി നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. അതിനായിട്ട് ഈശോ പറയുകയാണ്, നമ്മളായിരിക്കുന്ന ആ സ്ഥലത്തേക്ക് അവരും ആയിരിക്കേണ്ടതിനായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആ ദൈവീക മഹത്വത്തിലേക്ക്, നിത്യതയിലേക്ക്, സ്വർഗരാജ്യത്തിലേക്ക് എത്തിച്ചേരുന്നതിനു വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഈശോയുടെ ഈ പ്രാർത്ഥന നമുക്കും ഒരു മാതൃകയാക്കി മാറ്റാം. ദൈവവുമായിട്ട് നമ്മളൊന്നാകുവാൻ, നമ്മുടെ കുടുംബം ഒന്നാകുവാൻ, നമ്മുടെ വിശ്വാസി സമൂഹം എല്ലാ തിന്മകളിൽ നിന്നും മാറി നിന്നുകൊണ്ട് ഈശോയുമായിട്ട് ഒന്നാകുവാനുള്ള ആ ഐക്യത്തിൻ്റെ പ്രാർത്ഥന നമുക്കും ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാർക്കാം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.